ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പയുടെ തീരത്താണ്. ഇവിടെയാണ് ആഗോള അയ്യപ്പ സംഗമം നാളെ നടക്കാൻ പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ, വലിയ വേദി അവിടെ തയ്യാറായി കഴിഞ്ഞു. തത്വമസി എന്ന് മുൻപിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് നീയാകുന്നു എന്നും എഴുതി വെച്ചുകൊണ്ട് ഇതാണ് അയ്യപ്പ സംഗമത്തിന്റെ വേദിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. 3 വേദികളിലായിട്ടാണ് നടക്കുന്നത്. അടുത്തടുത്തായിട്ട് 3 വേദികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ടൊരു ഷെഡ്യൂളും എത്തിക്കഴിഞ്ഞു. നാളെ രാവിലെ 9:30 ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി അയ്യപ്പ സംഗമം അവസാനിക്കും. ഏതാണ്ട് 3000-ഓളം പ്രതിനിധികളാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. അത് രജിസ്ട്രേഷൻ വഴിയായിരുന്നു അങ്ങനെ പ്രതിനിധികളെ നിശ്ചയിച്ചിരുന്നത്, വരുന്ന അയ്യപ്പന്മാരെ നിശ്ചയിച്ചിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കർണാടകത്തിൽ നിന്നുണ്ട്, ആന്ധ്ര, തെലങ്കാന, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരും പങ്കെടുക്കും. അതിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും 3000 എന്നുള്ളതാണ് ആ സംഖ്യ. അത്രയും അയ്യപ്പന്മാർ. പിന്നെ പ്രത്യേക ക്ഷണിതാക്കൾ പങ്കെടുക്കും ആഗോള അയ്യപ്പ സംഗമത്തിൽ. ഇതിൽ പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എങ്കിൽ പോലും ശബരിമലയുടെ വികസനം എന്ന ഒറ്റ ലക്ഷ്യം, ഇതാണ് ഇപ്പോഴും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരും ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് തയ്യാറെടുക്കുന്നത്. അതായത് ശബരിമലയുടെ വികസനം, അവിടെ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നില്ല, മറ്റൊരു വിഷയവും വരുന്നില്ല. പക്ഷേ ശബരിമലയുടെ ഭാവി വികസനം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. നേരത്തെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനൊക്കെ ഏറെ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ ഈ സമ്മേളനത്തിൽ, ആഗോള അയ്യപ്പ സംഗമത്തിൽ അവതരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വളരെ സുഗമമായി ദർശനം നടത്തി പോകുവാനായിട്ട് ചില ഘട്ടങ്ങളിലൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടാറുണ്ട്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും പല സമയത്തും അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഈ വരുന്ന പ്രതിനിധികൾ, അവർ അയ്യപ്പന്മാരാണല്ലോ, അവരുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഏത് രീതിയിലാണ് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടത്, ആ ഒരു കാര്യം ചർച്ച ചെയ്യും. അതുപോലെ തന്നെയാണ് മാസ്റ്റർ പ്ലാൻ, നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും ചർച്ചാ വിഷയമായി വരുന്നത്. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു സെക്ഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ആത്മീയ തീർത്ഥാടനം എന്ന വിഷയത്തിലാണ്. അതായത് ഒരു സ്പിരിച്വൽ പിൽഗ്രിമേജ് എങ്ങനെ ശബരിമലയിൽ സാധ്യമാകും, അങ്ങനെ ഒരു ആഗോള ഖ്യാതി ശബരിമലയ്ക്ക് ഉണ്ടാവുക എന്ന ലക്ഷ്യം കൂടി ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ട്. എന്തായാലും ഇതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. രാവിലെ മുഖ്യമന്ത്രി വരുന്നു, ദേവസ്വം മന്ത്രി പങ്കെടുക്കും, അതുപോലെ തന്നെ മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ വരും. അങ്ങനെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് ആഗോള അയ്യപ്പ സംഗമം. പല സംശയങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാവാം. ഇത് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിയതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ശബരിമലയ്ക്ക് കിട്ടാൻ പോകുന്നത്, ശബരിമലയുടെ വരുമാനം കൂട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഈ അയ്യപ്പ സംഗമം കൊണ്ട് സാധ്യമാകും, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വരാം. അതിൽ ദേവസ്വം ബോർഡും സർക്കാരുമൊക്കെ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പല പദ്ധതികളും ഇതിനകം തന്നെ ശബരിമലയ്ക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതികളും ഈ അയ്യപ്പ സംഗമത്തിൽ അവതരിപ്പിക്കും. അപ്പോൾ അതിനുള്ള പണം മുടക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അവർ അവരുടെ പങ്കാളിത്തം എത്രത്തോളം ഇതിൽ നൽകാം എന്ന കാര്യം അറിയിക്കും. അങ്ങനെ ഒരു ചില പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ തയ്യാറായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കും എന്ന കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ശബരിമലയ്ക്കായി ഒരു വിമാനത്താവളം, അതുപോലെ തന്നെ റെയിൽപാത, ഇതിന്റെയൊക്കെ ചർച്ചകളും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി നടക്കും എന്നുള്ളതാണ്. ഇത് ഒറ്റയടിക്ക് ശബരിമലയുടെ വികസനം സാധ്യമാകുന്ന ഒന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയുകയില്ല. പക്ഷേ ഒരു ചർച്ച തുടങ്ങി വെക്കുന്നു എന്നത് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. വിമർശനങ്ങൾ ഒട്ടേറെ ഉയർന്നിട്ടുണ്ട്. ഈ സ്ത്രീ പ്രവേശന വിഷയത്തിലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അത് വിശ്വാസികൾക്ക് അനുകൂലമായിരുന്നില്ല. അപ്പോൾ പൊടുന്നനെ എങ്ങനെയാണ് അയ്യപ്പന്മാർക്ക് അനുകൂലമായിട്ട്, വിശ്വാസികൾക്ക് അനുകൂലമായിട്ട് ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നത് എന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം എന്തൊക്കെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി, ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ പമ്പയിലുള്ളത്. രഞ്ജിത്ത് രാമചന്ദ്രൻ എന്നോടൊപ്പമുണ്ട്, അതുപോലെ തന്നെ ഡാൻ കുര്യനും എന്നോടൊപ്പമുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് എന്റെ കൂടെ ചേരുകയാണ്. രഞ്ജിത്ത്, രാവിലെ തന്നെ ഇവിടെ വന്നപ്പോൾ അത്ര വലിയ തിരക്ക് കാണാനുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിലുള്ള ആളുകളുടെ തിരക്ക്, അല്ലേ, ഓടി നടപ്പ്, അതുപോലെ തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കൽ, അങ്ങനെ ഒരു വലിയ കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു നിയന്ത്രണത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ഉള്ളൂ എന്നുള്ള സർക്കാർ പറഞ്ഞ ശരിയാണെന്ന് തന്നെയല്ലേ? കാരണം ഇത്ര ആളുകളെ ഉണ്ടാവുകയുള്ളൂ, ചില ചർച്ചകൾ ഇവിടെ തുടങ്ങി വെക്കുന്നു, അത്രയല്ലേ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും. അതായത് ഇന്ന് ഇപ്പോൾ ഇതിന്റെ പ്രത്യേകത, ഇന്ന് ശബരിമല നട തുറന്നിരിക്കുന്ന ദിവസം കൂടിയാണ്. നാളെ മറ്റന്നാൾ വൈകുന്നേരത്തോടെയാണ് ശബരിമല അടയ്ക്കുക എന്നതും പ്രധാനമാണ്. പക്ഷെ തീർത്ഥാടകരുടെ വരവ്, നമ്മളിപ്പോൾ വരുന്ന വഴിയിലായാലും തൊട്ടടുത്തായാലും ഇപ്പോൾ തൊട്ട് നമ്മുടെ പുഴയിൽ കാണുന്ന ഈ പമ്പയിലായാലും കുളിക്കുന്നവരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. അതായത് തീർത്ഥാടകർക്ക് ഒരു അപ്രഖ്യാപിത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെയും ഈ നിയന്ത്രണം തുടരും എന്ന് തന്നെയാണ്. ഇന്ന് തീരെ കുറവാണ്. കാരണം ഒരു ദർശന ദിവസം, പ്രധാനമായും ശബരിമല നട തുറന്നിരിക്കുന്ന ദിവസം ഇത്ര തീർത്ഥാടനം അല്ല വരേണ്ടത്. മലയാളികളുടെ എണ്ണം പ്രധാനമായും വളരെ കുറവാണ്. അയ്യപ്പന്മാരുമായിട്ട് സംസാരിച്ചു. ഇവിടെ പൊതുവെ
ഇവിടെ എത്തിയ അയ്യപ്പന്മാരുടെ അവരുടെ അഭിപ്രായം തേടിയപ്പോൾ അവർക്ക് പലർക്കും ഇങ്ങനെ അയ്യപ്പ സംഗമം ഇവിടെ നടക്കുന്നു എന്ന കാര്യം അറിയില്ല. അറിയില്ല അത് എന്നുള്ളതാണ്. അത് പ്രധാനമാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ നമ്മളോട് ചോദിക്കാൻ എന്താണ് ഇവിടെ ഒരു സംഭവം, ഈ സ്റ്റേഡിയം ഒക്കെ ഓഡിറ്റോറിയം കെട്ടിയിരിക്കുന്നത് എന്താണെന്ന് മലയാളികളായ അയ്യപ്പന്മാർക്ക് പോലും അറിയില്ല എന്നുള്ളത്. എന്തിനാണ് ഈ പന്തൽ കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 2 ദിവസം എന്തിനാണ് ശബരിമലയിൽ ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം അവർ ചോദിക്കുന്നുണ്ട്. കാരണം വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനെ നിയന്ത്രണം? കാരണം കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ആ സമയത്ത് വരാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ അത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ ആ പലരും യാത്ര റദ്ദാക്കി. അത് മാത്രമല്ല, ദേവസ്വം ബോർഡ് നമ്മളോട് പ്രസിഡന്റ് നമ്മൾ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴും ആ ഒരു അതൃപ്തി അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. കാരണം ഈ വിഷയത്തെ വല്ലാത്ത തോതിൽ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നടക്കുന്നു എന്നൊരു അതൃപ്തി അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ഞങ്ങൾ ഈ ശബരിമലയുടെ വികസനം മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്, അത് ആ തരത്തിൽ സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.